ഉണ്ടാക്കാൻ പോകുന്നത് കിളിക്കൂട്. Come on, let's go. നമുക്ക് സ്റ്റവിൽ ഫ്രൈ പാൻ വെച്ച് തുടങ്ങാം. തീയും കത്തിക്കാം. തീ നമ്മൾ കുറച്ച് വയ്ക്കാൻ മറക്കല്ലേ. നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ എടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇടാം. 2 സവാളയാണ് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റാം. ഇതിന് ചെറുതായിട്ട് ബ്രൗൺ ആവുന്ന വരെ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം കഴിച്ചത് നന്നായിട്ട് എല്ലാം ബ്രൗൺ ആവണമെന്നില്ല, ചെറുതായിട്ട് ഇത്തിരി കണ്ട് ഇതേപോലെ ബ്രൗൺ ആയാൽ മതി. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി എടുത്ത് ഇതിലേക്കിടാം. പിന്നെ നമുക്ക് കൂടെ ഇത്തിരി ഇഞ്ചിയും ഇടാം. എന്നിട്ട് നമുക്ക് വീണ്ടും വഴറ്റാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്തു, നമ്മൾ ഈ ഉള്ളി ഇടുമ്പം അത്ര ബ്രൗൺ ആവണ്ട. ഉള്ളി ഇടുമ്പം ഇത്തിരി ബ്രൗൺ ആയാൽ മതി. പിന്നെ ഈ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ട് അത് ബ്രൗൺ ആക്കണം, നന്നായിട്ടില്ല. നമുക്ക് പൊടിയിടാം. ഇത് ഈ പരിവാകുമ്പോൾ നമുക്ക് നമ്മുടെ പൊടിയിടാം. ആദ്യം നമ്മൾ ഇടുന്നത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ്. മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. നമുക്ക് വീണ്ടും ഇളക്കാം. ഇപ്പൊ ഇതുണ്ട് ഈ ഒരു പരിവായി വരും. നമുക്കിനി ഈ 1/4 ടീസ്പൂണിൽ ഉപ്പിടാം. എന്നിട്ട് വീണ്ടും ഇളക്കാം. ചിക്കൻ ആവിയേറ്റി മിക്സിയിലിട്ട് അടിച്ചത്. നമ്മൾ ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചതാണേ. അത് ഇതിലോട്ടിടാം. നമുക്ക് ഈ ഒരു പരിവമായിട്ട് കിട്ടും. ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തത് പൊടിച്ച് കുക്കറിലിട്ട് നമ്മൾ ആവി കയറ്റി ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ടിടാം. മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഒരു പരിവമായിട്ട് കിട്ടും ഗൈസ്.
വീണ്ടും ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അടുക്കി പിടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത്തിരി മല്ലിയില ഇടാം. ഇത്തിരി മല്ലിയില നമ്മൾ കത്തി വെച്ച് അരിഞ്ഞതാണിത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്ന് ഉപ്പുണ്ടോ എന്ന് കഴിച്ചു നോക്കണം. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരി ഉപ്പ് ഇടുക. ഇനി നമ്മൾ ഇത്തിരി തീ കൂട്ടി വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇനി നമുക്ക് ഈ ഒരു ബൗളിനകത്ത് നമ്മുടെ 3 മുട്ടയും പൊട്ടിച്ചിടാം. ഒരെണ്ണം ഇട്ടു, രണ്ടാമത്തെ ഇട്ടു, മൂന്നാമത്തത് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലും കുറച്ച് ഉപ്പിടാം. ഇനി നമുക്ക് ഇത് വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് മിക്സ് മിക്സ്. നമ്മൾ ആദ്യം ഈ മുട്ടയെല്ലാം പൊട്ടിക്കണം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നിർത്താം. ഈ ഒരു പരുവല്ല, ഈ ഒരു പരുവാകുമ്പോൾ ഓക്കെ. ഈ ഒരു പരുവെത്തുമ്പോൾ നമ്മളിനി നമ്മുടെ ഈ വേറൊരു ചട്ടി വെച്ച് തീ കൂട്ടി എണ്ണ ഒഴിച്ചു. ഇതാണ്ട് എണ്ണ ഒഴിച്ചു. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇനി ഈ എണ്ണ തിളയ്ക്കുന്നവരെ കാത്തിരിക്കണം. നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഈ തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്തിരി ദൂരോട്ട് നിൽക്കണം. സേഫ്റ്റി ഫസ്റ്റ്. നന്നായിട്ട് ബോളാക്കണം. ഇത് ബോളാക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ഓർക്കുക, കൈ കഴുകണം. ഇനി നമ്മൾ ഇത് ഇത്തിരി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പം നമ്മളിനി ഇതിൻ്റെ ഇടയ്ക്കൊരു പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിലിത്തിരി എണ്ണ തേച്ചോ മുട്ടെടുത്ത് വെക്കണം. നമ്മളിതിങ്ങനെ മൂടണം. ഇത് നമ്മുടെ സേമിയത്തിൽ ഇത് മുട്ട മുക്കിയിട്ട് ഇത് വെക്കുക. ഇതേപോലെ പിന്നെ നമ്മുടെ തീയിലിട്ടെടുത്തിടുക. ഞാൻ ഉദ്ദേശിച്ചത് തീയിലുള്ള എണ്ണയിലേക്ക് എടുത്തിടുക. അതേപോലെ നമ്മൾ ഇതിരിക്കുന്ന എല്ലാ മുട്ടയും എടുത്ത് ഇതേപോലെ ചെയ്യുക. ഇത് മുട്ട, പിന്നെ ഇനി വീണ്ടും നമ്മൾ എണ്ണയിലെടുത്തിടണം. ഇത് നമ്മുടെ കൈ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നിങ്ങളെ ഇത് കാണിച്ചില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം. അപ്പം ഞാൻ എല്ലാവരും നോക്കിയ ഇതേപോലെ നമുക്കൊന്ന് കിട്ടും. നമ്മളിതുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എല്ലാ സൈഡും വേവിക്കണം. പക്ഷെ നമ്മളിതൊന്ന് വേവുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് മാറ്റാം. നമുക്ക് ഒരു പാത്രത്തിൽ ടിഷ്യൂ വെച്ചിട്ട് എടുത്ത് വയ്ക്കാം. നമ്മൾ ടിഷ്യൂ വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പാത്രം കഴുകാനുള്ള മടി കൊണ്ടാണ്. നമ്മൾ വീണ്ടും വേറെ ഒരെണ്ണം കൂടി ഇട്ടു. നമ്മളിത് കണ്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയായി. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു ടിഷ്യൂ വെച്ചു ഇതിങ്ങനെ ഇട്ടു. എൻ്റെ ഗൈസ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഞാനൊരു കടി എടുത്തു ഗൈസ്. നഖമെല്ലാം നന്നായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ അകം നോക്കൂ,
നിങ്ങളും ഉണ്ടാക്കി നോക്കണം. അപ്പം ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറയാൻ മറന്നുപോയി. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.